ഹലോ മക്കൾസ്, ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് ആണ്. ഒരു പക്ഷേ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, നിങ്ങളുടെ +1 ഇംപ്രൂവ്മെന്റ് എക്സാം റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന പോലെ തന്നെയാണ്. നിങ്ങളുടെ +1 റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ +2 എന്താണ് അവസ്ഥ എന്നുള്ളത്. കാരണം മാർക്ക് കുറഞ്ഞു. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, +1 ജയവും തോൽവിയും ഒന്നുമില്ല. +1 നല്ല മാർക്ക് കുറഞ്ഞവരാണെങ്കിൽ +2 നല്ല മാർക്ക് എഴുതിയെടുത്താൽ നിങ്ങൾക്ക് പാസ്സാവുന്നതേ ഉള്ളൂ. ഓക്കെ ആണോ? അപ്പോൾ പക്ഷേ ചിലർക്ക് അത് കഴിഞ്ഞോളുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, +1 കൂടി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ മാർക്ക് ഓൾറെഡി ഉയരുകയും +2 മാർക്കും അതേപോലെ ഉയരുകയും നല്ലൊരു ഗ്രേഡിലേക്കും നല്ലൊരു റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഏത് ലിങ്കിലാണ് സാറെ കയറി നോക്കാമെന്ന് വെച്ചാൽ അത് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലിങ്ക് ഓൾറെഡി കൈകളിലേക്ക് എത്തിയിട്ടുണ്ടാവും. നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൊക്കെ ലിങ്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും കിട്ടാത്ത ആൾക്കാർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കയറിയിട്ട് അതിൽ പിൻ ചെയ്ത് വെച്ച ലിങ്കിൽ കയറിയാൽ മതി. അതിലൂടെ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും. നല്ലൊരു റിസൾട്ട് തന്നെ ആയിരിക്കട്ടെ. മാത്രമല്ല, മെയ് 22-ാം തീയതി നിങ്ങളുടെ +2 റിസൾട്ടും വരുന്നുണ്ട് അല്ലേ? മെയ് 22-ാം തീയതിയാണ് നിങ്ങളുടെ +2 റിസൾട്ടും. അപ്പോൾ ഇതിന് നല്ല മാർക്ക് ഉണ്ടാകുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് ഭയങ്കരമായിരിക്കും. ഇതിലും മാർക്ക് ഇനിയിപ്പോൾ ഒന്നും കൂടിയില്ലെങ്കിലും ആകെ പെട്ടുകിടക്കായിരിക്കും അല്ലേ? വീണ്ടും ചിലരുടെ സംശയം ഉണ്ടായിരിക്കും, ഇംപ്രൂവ്മെൻ്റ് എക്സാം എഴുതി കഴിഞ്ഞാൽ മാർക്ക് കുറഞ്ഞാൽ പഴയ മാർക്കിന് ഇട്ടുതരോ? ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും കൂടുതലുള്ള മാർക്ക്, നിങ്ങൾ ആദ്യം എഴുതിയതാണോ അത് ഇപ്പോൾ എഴുതിയാണോ കൂടുതൽ മാർക്ക്, അതായിരിക്കും പരിഗണിക്കട്ടെ. അല്ലാതെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അപ്പോൾ എന്തായാലും മെയ് 22-ാം തീയതി +2 റിസൾട്ട് കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. കമൻറ്റ് ബോക്സിൽ കയറിയിട്ട് സെറ്റാക്കാം. ഹാപ്പി ആയിരിക്കാം. ഡോണ്ട് വറി, ടെൻഷൻ ഒന്നും ആവണ്ട. താങ്ക്